സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ച് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആക്ഷൻ കമ്മിറ്റി. സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആക്ഷൻ കമ്മിറ്റി. കുരങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി 11 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവ് ശിക്ഷ. ഇടയിലക്കാട് വലിയപറമ്പ് സ്വദേശി ബിന്ദുകുമാറിനെതിരെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി ജഡ്ജി സുരേഷ് PM ശിക്ഷ വിധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 4 കിലോയോളം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശിയും ചൌക്കിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ സുനിൽ പ്രസാദാണ് പിടിയിലായത്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ 68ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. കടലിൽ അപകടത്തിൽപ്പെട്ട് കിട്ടിയ ആമകളെ തിരിച്ച് കടലിലേക്ക് അയച്ചു. തൈക്കടപ്പുറം നെയ്തലിന്റെ നേതൃത്വത്തിലാണ് പരിചരിച്ച് സുഖമാക്കിയ ആമകളെ കടലിലേക്ക് തിരിച്ചുവിട്ടത്. കിഴക്കേ വെള്ളിക്കോത്ത് ശ്രീ ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തെയ്യം വരവ് നടന്നു. കോട്ടച്ചേരി പട്ടരെ കന്നിരാശി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നുമാണ് തെയ്യം വരവ് നടന്നത്. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ച് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആക്ഷൻ കമ്മിറ്റി. സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആക്ഷൻ കമ്മിറ്റി. മാലമോഷണത്തിനും ജസീലയുടെ കുടുംബ ബന്ധം തകർക്കുന്നതിനും പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തി. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് നാലുത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയിട്ട് ഒരാഴ്ചയാകുന്നു. എന്നാൽ മരണത്തിലെ ദുരൂഹത ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും തുടരുന്നു. ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുകയും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് ജസീല ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. ആൺസുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ജസീലയുടെ മരണത്തിലെ കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ ഊർജിതമായ അന്വേഷണം നടത്തണമെന്നും നീതിക്ക് വേണ്ടി സമരമുഖത്തുണ്ടാകുമെന്നും ജസീല ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാലുത്തടുക്കയിൽ ജസീല ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ അഷ്റഫ് നാലുത്തടുക്ക സ്വാഗതം പറഞ്ഞു. മുനീർ ഭാരതിയൻ അധ്യക്ഷത വഹിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, K നീലകണ്ഠൻ, TMA കരീം പാണലം, അസീസ് കടപ്പുറം, മാഹിൻ കേളോട്ട്, ഖാദർ പാലോത്ത്, നാസർ ചെറുക്കളം, യൂസഫ് ചെമ്പരിക്ക, ഖാദർ കരിപ്പോടി, മുഹമ്മദ് റഫീഖ്, സാഹിദ ഇല്യാസ്, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ഖയ്യും മാന്യ, അനീഷ ഇബ്രാഹിം, മാഹിൻ ആലമ്പാടി, അബൂബക്കർ കരുമാനം, മജീദ് എരുതുങ്കടവ്, മനോജ് കുമാർ, സൂഫിയാൻ നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. ബഷീർ എന്നെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുരങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി 11 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവ് ശിക്ഷ. ഇടയിലക്കാട് വലിയപറമ്പ് സ്വദേശി ബിന്ദുകുമാറിനെതിരെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി ജഡ്ജി സുരേഷ് PM ശിക്ഷ വിധിച്ചത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷ കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. ഇടയിലക്കാട് വലിയപറമ്പ് മാടപ്പള്ളി വീട്ടിൽ ബിന്ദുകുമാർ എന്ന നന്ദനെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി ജഡ്ജി സുരേഷ് PM ശിക്ഷിച്ചത്. 2024 മാർച്ച് 3-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുരങ്ങിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പ്രതി കുട്ടിയെ തന്റെ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ വെച്ച് ഗൗരവമായ പ്രവേശിത ലൈംഗിക കട്ട്. കുരങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ പ്രതി കുട്ടിയെ തന്റെ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ വെച്ച് ഗൗരവമായ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായാണ് കേസ്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മനുരാജ് GP ആണ്. കുറ്റപത്രം തയ്യാറാക്കിയത് ഗ്രേഡ് ASI
രമേശൻ എൻ.എം. ആണ്. പ്രോസിക്യൂഷനു വേണ്ടി ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 4 കിലോയോളം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശിയും ചൌക്കിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ സുനിൽ പ്രസാദാണ് പിടിയിലായത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ 4 കിലോയോളം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ഉത്തർപ്രദേശ് സ്വദേശിയും കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചൌക്കിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുനിൽ പ്രസാദാണ് പിടിയിലായത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കാസർഗോഡ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ കവറുകളിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കാസർഗോഡ് ASP അച്യുത് അശോക് IPSന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് SI മൗഷമി CR, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ പ്രജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ നീരജ് അഭിലാഷ്, ജെയിംസ്, നിജിൻ കുമാർ, രജീഷ് കാട്ടാമ്പള്ളി, അനീഷ് കുമാർ, ഭക്ത ശൈവൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ സമർത്ഥമായി പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ 68ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ 68ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കുന്നുമ്മൽ JCI ഹാൾ വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം നടന്നത്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. ഫസ്റ്റ് പ്രയോറിറ്റി വിദ്യാഭ്യാസത്തിന് കൊടുത്തുകൊണ്ടാണ്. അത് ഏറ്റവും ദുഷ്കരമായ സാഹചര്യം ഉണ്ടായത് 2006-2011 UDF കാലം. 2013 സ്കൂളുകൾ അടച്ചു കൂട്ടാൻ തീരുമാനിച്ചു. എക്കണോമി ആളുകൾ പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ ദുർബലപ്പെടുത്തി. മാത്രമല്ല അൺഎയ്ഡഡ് മേഖലയ്ക്ക് ഈ വിദ്യാഭ്യാസ മേഖലയെ തുറന്നു കൊടുക്കുകയും ചെയ്തു. AKGCT ജില്ലാ പ്രസിഡന്റ് വിദ്യ K അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രതീഷ് PK വിരമിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തി. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള AKGCT ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം MLA CH കുഞ്ഞമ്പു നൽകി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദീപ K അനുശോചന പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പ്രദീപ് AV രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ഡോക്ടർ VPP മുസ്തഫ, K ഭാനുപ്രകാശ്, ഡോക്ടർ MS മുരളി, ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി, ഡോക്ടർ അനൂപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കടലിൽ അപകടത്തിൽപ്പെട്ട് കിട്ടിയ ആമകളെ തിരിച്ച് കടലിലേക്ക് അയച്ചു. തൈക്കടപ്പുറം നെയ്തലിന്റെ നേതൃത്വത്തിലാണ് പരിചരിച്ച് സുഖമാക്കിയ ആമകളെ കടലിലേക്ക് തിരിച്ചുവിട്ടത്. പരിക്കേറ്റ് കരയിലെത്തിയതിനു ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നെയ്തലിന്റെ പരിചരണത്തിലൂടെ പരിക്കുഭേദമായ കടലാമകളെ കടലിലേക്ക് തിരിച്ചയച്ചു. നെയ്തലിൻ്റെ കൈകളിൽ 2 സ്ഥലങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഏൽപ്പിച്ച പരിക്ക് പറ്റിയ 2 കടലാമകളാണ്. അതിലൊന്ന് ആ വലിയ കടലാമയാണ് നമ്മുടെ കേരളത്തിനടുത്ത് മുട്ടയിടുന്ന ഒലിവറക്കിളി വിഭാഗത്തിൽപ്പെട്ട കടലാമ. പലപ്രാവശ്യം ഇതുപോലെ മത്സ്യബന്ധനത്തിനിടയിൽ പരിക്ക് പറ്റി നമ്മൾക്ക് ഇത്തരം വലിയ ആമകൾ കിട്ടാറുണ്ട്. നമ്മൾ വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് അതിൻ്റെ മുറിവൊക്കെ പരിക്ക് ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് കടലിലേക്ക് വിടാറുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള ഹോക്സ്ബിൽ എന്ന ചെറിയ ആമ യഥാർത്ഥത്തിൽ അതൊരു കുഞ്ഞാണ്. ഇത് ഒലിവറക്കിളിയേക്കാൾ വലിപ്പം ഉണ്ടാവുന്ന ആമയാണ്. ഇവ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തീരത്ത് മുട്ടയിടാറില്ല. ഇത് പരിക്ക് പറ്റിയതിൻ്റെ ഭാഗമായിട്ട് അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റാതെ, നീന്താൻ പറ്റാതെ ഈ കരയിലേക്ക് എത്തുകയും മത്സ്യത്തൊഴിലാളി നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. ഇത് ഹോക്സ്ബിൽ വിഭാഗത്തിൽപ്പെട്ട കടലാമയാണ്. ഇത് ശരിക്കും അണ്ടമാൻ സൈഡിലൊക്കെയാണ് അതിൻ്റെ തീരങ്ങളിലാണ് ഇത് മുട്ടയിടാൻ വേണ്ടിയിട്ട് എത്തുക. ഒരു ഒലിവ് റിഡ്ലി കടലാമയെയും ഒരു ഹോക്സ്ബിൽ കടലാമയെയുമാണ് കടലിലേക്ക് തിരിച്ചുവിട്ടത്. ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കാസർഗോഡ് DFO ജോസ് മാത്യു, കാസർഗോഡ് ACF B ഉദയസൂര്യൻ, കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R രാഹുൽ,
സോഷ്യൽ ഫോറസ്റ്റ് കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KP ജിൽജിത്ത്, ഹോസ്റ്റർക്ക് AEO K സുരേന്ദ്രൻ, മുൻ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ജില്ലാ കോർഡിനേറ്റർ PK കൃഷ്ണൻ, നെയ്തൽ പ്രസിഡന്റ് K പ്രവീൺ കുമാർ, നെയ്തൽ സെക്രട്ടറി PV സുധീർ കുമാർ, നീലേശ്വരം ബ്ലോക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നാരായൺ നായക് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കേ വെള്ളിക്കൂത്ത് ശ്രീ ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തെയ്യം വരവ് നടന്നു. കോട്ടച്ചേരി പട്ടരൈ കന്നിരാശ്രീ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നുമാണ് തെയ്യം വരവ് നടന്നത്. കിഴക്കേ വെള്ളിക്കോത്ത് ശ്രീ ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കോട്ടച്ചേരി പട്ടരൈ കന്നിരാശ്രീ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്ന് തെയ്യം വരവ് നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് തെയ്യം വരവ് കാണുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി M ഗൗരി ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ മാർച്ച് 3 സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പിക്കറ്റിംഗ് സമരം സംഘടിപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, 4 ലേബർ കോഡുകൾ സംരക്ഷിക്കുക, വിത്ത് ബിൽ, വൈദ്യുതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ മർമ്മ പ്രാധാന്യങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ, തൊഴിലാളിദ്രോഹ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രക്ഷോഭ സമരത്തിന്റെ പ്രചരണാർത്ഥം അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. രാവണേശ്വരം മാക്കിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച വാഹന പ്രചരണ ജാഥ NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി M ഗൗരി ഉദ്ഘാടനം ചെയ്തു. തുടങ്ങുമ്പോൾ നമുക്ക് 125 രൂപയായിരുന്നു കൂലി. ആ 125 രൂപക്ക് പല വിധത്തിലുള്ള തൊഴിലുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓടകൾ വൃത്തിയാക്കുക, റോഡിന്റെ കാടുകൾ വെട്ടുക, അങ്ങനെ ചെറിയ ചെറിയ പണിയെടുത്ത് ഈ പദ്ധതി മുന്നോട്ട് പോയി. നമുക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചുകൊണ്ട് ആ പദ്ധതി നന്നായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം UPA ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് പദ്ധതിയിൽ വെട്ടിക്കുറവ് ഉണ്ടാക്കുന്നതിന്, ഫണ്ട് വെട്ടിക്കുറവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ആ മാറ്റത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് വന്ന NDA ഗവൺമെന്റ്, BJP ഗവൺമെന്റ് പദ്ധതിയിൽ ആകെപ്പാട് മാറ്റം വരുത്തി ഫണ്ട് വെട്ടിക്കുറച്ചു. നമ്മുടെ രാജ്യത്താകെ തൊഴിലാളികൾ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂലി നൽകണമെങ്കിൽ രാജ്യത്ത് 11,000 ലക്ഷം കോടി ഉറുപ്പിക വേണമായിരുന്നു. 11,000 ലക്ഷം കോടി ഉറുപ്പികയാണ് നമ്മുടെ രാജ്യത്താകെ, ഇന്ത്യ രാജ്യത്താകെ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി കൂലി ഇനത്തിൽ കാശ് മാറ്റിവെക്കേണ്ടത്. സംഘാടക സമിതി കൺവീനർ ബ്രീജ പാടിക്കാനം അധ്യക്ഷത വഹിച്ചു. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, A കൃഷ്ണൻ, O മോഹനൻ, M ബാലകൃഷ്ണൻ, സുധാ അശോകൻ, ദീപ പ്രവീൺ, രതീഷ് വെള്ളംതട്ട, PA ശകുന്തള, P ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി MG പുഷ്പ ജാഥ ലീഡറും പ്രസിഡന്റ് PK കണ്ണൻ മാനേജറുമായ വാഹന പ്രചരണ ജാഥ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം കാറ്റാടിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കയ്യൂർ ചെരിക്കര റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളി നൈറ്റ് ഫെബ്രുവരി 28 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ, സംസ്ഥാന, യൂണിവേഴ്സിറ്റി താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന 6 പ്രാദേശിക ടീമുകളാണ് വോളി ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. ഫെബ്രുവരി 28 രാത്രി 7 മണിക്ക് M രാജഗോപാലൻ MLA വോളി നൈറ്റ് ഉദ്ഘാടനം ചെയ്യും. ജോളിക്കാനായി യങ് സ്റ്റാർ മാതമംഗലം, ജനശക്തിയുടെ ആലന്തട്ട, CC ഒടയംജാൽ, സ്റ്റോർ ബോയ്സ് പാലോത്ത്, യൂത്ത് ഫേസ് മാടത്തടുക്ക സ്പോൺസർ ചെയ്യുന്ന മുംബൈ സ്പൈക്കേഴ്സ് എന്നീ ടീമുകളാണ് വോളി നൈറ്റിൽ മാറ്റുരയ്ക്കുക. 1ാം സമ്മാനം നേടുന്ന ടീമിന് 25,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനം നേടുന്ന ടീമിന് 20,000 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും. 600 പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന ഗാലറിയും 300 പേർക്ക് ഇരിക്കാനുള്ള കസേരകളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. സജീവ പ്രവർത്തനമാണ് നാട്ടുകാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം നമ്മുടെ കളിക്കായി ഒരു ഗ്രൗണ്ട്, മൈതാനം ഉണ്ടാക്കുക, അതിനോടനുബന്ധിച്ച് ഒരു ക്ലബ്ബ് കെട്ടിടം കൂടി ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ അത് 2ാമത് അഖിലേന്ത്യാ വോളിയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ നല്ല വിജയമായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നല്ല പരിപൂർണ
പിന്തുണ ഈ പരിപാടിക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ്, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും കായിക പ്രേമികൾക്ക് നമ്മുടെ സ്റ്റേഡിയം ഗാലറി നമ്മൾ ഒരുക്കുന്നുണ്ട്. വോളി ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം റെഡ് സ്റ്റാർ ക്ലബിന് കെട്ടിടം പണിയുന്നതിനും കളിസ്ഥലം നിർമ്മിക്കുന്നതിനുമായി വേണ്ടി ഉപയോഗിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ TV മധു, ക്ലബ് പ്രസിഡന്റ് P ബിജു, സെക്രട്ടറി KK തമ്പാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് ദീപ TK ബജറ്റ് അവതരണം നടത്തി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ദീപ TK അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പക്ഷഭേദമന്യേ എത്തിക്കുവാൻ ശ്രമിച്ചു വരുന്നു. ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ജനപ്രതിനിധികളോടും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെയും ഇതര ഡിപ്പാർട്ട്മെന്റിലെയും നിർവഹണ ഉദ്യോഗസ്ഥരോടും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളോടുമുള്ള കൃതജ്ഞത ഈ വേളയിൽ അറിയിക്കുന്നു. എല്ലാ ഘടക സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പദ്ധതി പ്രവർത്തനങ്ങൾ വേഗതയോടെ പൂർത്തീകരിക്കുന്നു സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയും അഭിമാനവുമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ യഥാസമയങ്ങളിൽ മാധ്യമങ്ങളുടെ ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരോടുള്ള കൃതജ്ഞത ഈ വേളയിൽ അറിയിക്കുന്നു. ലൈഫ് PMAY ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകിക്കൊണ്ട് 10.00 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ മൊബൈൽ വെറ്റിനറി ക്ലിനിക് ഉൾപ്പെടെയുള്ള മൃഗസംരക്ഷണ മേഖലയിൽ പാൽ ഉൽപാദന വർധനവ് ലക്ഷ്യമാക്കി നൂതന പദ്ധതിയും കൃഷി, ക്ഷീരവികസനം, വ്യവസായം ഉൾപ്പെടെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 1.60 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കാവുകളുടെയും കളങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും പുനരുജ്ജീവനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുനർജനി എന്ന പദ്ധതിയും ഈ വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിനും കാർഷിക ഉൽപാദനത്തിനും വർധനവിനും വേണ്ടി കാർബൺ ന്യൂട്രൽ ബ്ലോക്ക് എന്ന പേരിൽ പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതിയും ഡയാലിസിസ് സെന്റർ പ്രവർത്തനങ്ങൾക്കായും തുക നീക്കിവച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി സേവന മേഖലയ്ക്കായി 5.12 കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി 2.05 കോടി രൂപയും വിവിധങ്ങളായ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പാറക്കോൽ രാജൻ, ചിത്രലേഖ KP, ജെസി ചാക്കോ, മെമ്പർ ഭാസ്കരൻ AV, സുനിൽ കുമാർ K, ഹെഡ് അക്കൗണ്ടന്റ് അനീഷ് T എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഹോമിയോപ്പതി വകുപ്പ്, കാസർഗോഡ് ഹെൽത്തി കേരള ക്യാമ്പയിൻ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള, ഹോമിയോപ്പതി വകുപ്പ്, കാസർഗോഡ് ഹെൽത്തി കേരള ക്യാമ്പയിൻ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. രോഗാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ പോകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ക്യാമ്പയിൻ എന്ന നിലയിൽ, ക്യാമ്പയിൻ മോഡ് എന്ന നിലയിൽ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനമായി നമ്മളെല്ലാവരും വരുന്ന ഭക്ഷണം ഏത് സമയത്തല്ലേ, ഇപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ ഞാൻ ഇപ്പോൾ ഡോക്ടർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും വേണമെങ്കിൽ ഹോമിയോ മേഖലയുമായി ഞാനിപ്പോൾ രാജേഷ് ഡോക്ടർ നമ്മളൊരു അടുത്ത ആ നിലയിലാണ് ഞങ്ങൾ ആ നിലയിൽ പോകും. ഈ ഭക്ഷണശീലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വഴിതെറ്റിയ ഭക്ഷണശീലം ഉണ്ടാകുന്ന കുട്ടികളുടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല അസുഖങ്ങളുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത K അധ്യക്ഷത വഹിച്ചു. ഹോമിയോ നോഡൽ ഓഫീസർ ഡോക്ടർ നിർമ്മല പ്രതാപ് വിഷയാവതരണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, വാർഡ് കൗൺസിലർമാരായ സൗമ്യ സുനിൽ, രുക്മിണി, ഡോക്ടർ ഹർഷ സൂസൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകല P സ്വാഗതവും കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു നന്ദിയും പറഞ്ഞു. തുടർന്ന് വനിതകൾക്കായി പാചക മത്സരം, കുട്ടികൾക്കായി ചിത്രരചന മത്സരം, യോഗ പ്രദർശനം, സുംബ ഡാൻസ് എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സാൻ ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ 2ാമത് സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. MLA E ചന്ദ്രശേഖരൻ താക്കോൽദാനം നിർവഹിച്ചു.
സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സാൻഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ രണ്ടാമത്തെ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MLA E. ചന്ദ്രശേഖരൻ താക്കോൽദാനം നിർവഹിച്ചു. വളരെ അതിനകത്തുള്ള 1-2 പരിപാടി സ്കൂളുകളുടെ പരിപാടികൾ കൂടി നടന്നു കഴിഞ്ഞപ്പോൾ മടിക്കൈ ഭാഗത്ത് ഇങ്ങോട്ട് കയറി വന്നു. ഈ കുന്നിൻ്റെ മറുവശത്ത് കൂടി കയറി അവിടെ റോഡെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ എൻ്റെ വണ്ടിക്ക് വരാൻ പറ്റില്ല. 4:30 മണി 4:35 കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPCയുടെ പാസിംഗ് ഔട്ട് പരേഡായി. അതാണ് നേരത്തെ നിശ്ചയിച്ച പരിപാടി. അതിനിടയിലാണ് സനാതന കോളേജിലെ പരിപാടിക്ക് കൂടി ഒരു സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞ് അതിനെ ടൈം അഡ്ജസ്റ്റ് ചെയ്തൊരു 4 മണിക്ക് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയം ഞാനിവിടെ ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ 4 മണിയും കഴിഞ്ഞ സാഹചര്യത്തിൽ അപ്പോൾ വന്നാൽ അതൊരു ഒഫീഷ്യൽ പ്രോഗ്രാമാണ്, അത് നടക്കാതെ പോകുന്നൊരു സാഹചര്യമുണ്ടാവും. ആ സാഹചര്യത്തിലാണ് അവിടെ ആദ്യം പോയി അല്പം വൈകി ഇവിടെ എത്തിയത്. അതിൽ നിങ്ങൾക്കുണ്ടായ വിഷമത്തിൽ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ക്ഷമാപണം നടത്തുകയാണ്. MLA രഘുനാഥൻ നായർക്ക് താക്കോൽ കൈമാറി. വാർഡ് മെമ്പർ ശോഭനയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ മനോജ് VN സ്വാഗതം പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. സനാതന എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ KVK റാം, മുൻ പഞ്ചായത്ത് മെമ്പർ A. വേലായുധൻ, കോളേജ് DOA ശ്വേത M, കോളേജിന്റെ NSS പ്രോഗ്രാം ഓഫീസർ രോഹിത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് HOD ദിവ്യ ശിവൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SDPI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വേദിയായി. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നും മാനവസ്നേഹത്തിന്റെ മാതൃക പകർന്നും SDPI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ക്യാപിറ്റൽ ഇൻ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഭരണകൂടം തന്നെ ജനങ്ങളെ വിഭജിക്കുന്ന കാലത്ത് നടത്തുന്ന ഇഫ്താർ സൗഹൃദ സംഗമങ്ങൾ വളരെ പ്രശംസനീയമാണെന്ന് PK ഉസ്മാൻ പറഞ്ഞു. പൗരന്മാരുടെ സേവകന്മാരാകുന്നതിനു പകരം ഭീതി പടർത്തുന്ന ഭരണക്കാരാണ് നമുക്കുള്ളത്. ഇവർ പൊതുജനത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നതെന്നും സൗഹൃദങ്ങൾ വളർത്തി നമുക്കതിനെ അതിജയിക്കണമെന്നും PK ഉസ്മാൻ കൂട്ടിച്ചേർത്തു. വിദ്വേഷം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം സൗഹൃദ സദസ്സുകൾക്കുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൗഹൃദ സംഗമങ്ങൾക്ക് പലപ്പോഴും ചോദിക്കുന്നത് ഒരു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണോ SDPI ഇങ്ങനെ ഇഫ്താർ മീറ്റുകൾ നടത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയല്ല. ഒരു കൃത്യമായ നിലപാട്, മർദ്ദിതരോട് ഐക്യപ്പെടുക എന്ന എക്കാലത്തെയും സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ ഒരു നിലപാടായതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന, അവകാശ നിഷേധങ്ങൾക്ക് വിധേയമാകുന്ന, ഒരു തെരുവ് പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തെരുവിലിട്ട് തല്ലിക്കൊന്നാലും അത് വ്യാപകമായി ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിച്ചാലും അതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഒരാളും ചോദിക്കാനില്ലെന്ന ഒരാത്മവിശ്വാസത്തോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളെ പീഡിപ്പിക്കുമ്പോൾ അവരോട് ഐക്യപ്പെടുക എന്നുള്ളത്, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്, അത് മനുഷ്യത്വത്തിൻ്റെ, നന്മയുടെ, കരുണയുടെ, മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ പ്രകടനമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ പീഡിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നമ്മൾ ഐക്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് CS സവാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫ സ്വാഗതം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, SDPI സംസ്ഥാന സെക്രട്ടറി മഞ്ജുഷ മാവിലാടം, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, NCP ജില്ലാ പ്രസിഡന്റ് സുബൈർ പടുപ്പ്, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻവർ കോളിയൊടുക്കം, വിസ്ഡം ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് തളങ്കര, കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള നാഷണൽ, PDP ജില്ലാ പ്രസിഡന്റ് യൂനുസ് തളങ്കര, സാമൂഹിക പ്രവർത്തകൻ ഫത്താഹ് തളങ്കര, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇല്യാസ് TP, സാമൂഹിക പ്രവർത്തകർ സുലൈഖ മാഹിൻ, സാമൂഹ്യ പ്രവർത്തകൻ KT മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, SDPI മുൻ ജില്ലാ പ്രസിഡന്റുമാരായ റസാഖ് ഹാജി, പറമ്പത്ത് NU അബ്ദുൽ സലാം, ചാരിറ്റി പ്രവർത്തകൻ ഖയ്യും മാന്യ, മൊബൈൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നാൽത്തടുക്ക, മാധ്യമപ്രവർത്തകരായ മണി മനോരമ, മൊയ്തീൻ സുപ്രഭാതം,
ഖാദർ കരിപ്പോടി, ഗണേഷ് KCN, സുബൈർ പള്ളിക്കാൽ, ഷാഫി തെരുവത്ത് തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CT സുലൈമാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രക്രിയയിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നുള്ള ആലോചിക്കണം. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥതയോ അസംതൃപ്തിയോ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജയിപ്പിച്ചവരെ തോൽപ്പിക്കും. പരാജയപ്പെട്ടവർക്കും ജനാധിപത്യത്തിനൊരു സ്ഥാനമുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പരാജയപ്പെട്ടവർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാം. വിജയിച്ചവർ അധികാരം കൈയാളുമ്പോൾ അധികാരമില്ലാത്ത പരാജയപ്പെട്ടവർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാം, അവരെ സഹായിക്കാം. അങ്ങനെ വരുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരും അധികാരം നഷ്ടപ്പെട്ടവരും തമ്മിലുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തും. ആ വിലയിരുത്തലിൽ അധികാരം കൊടുത്ത ആളുകളെക്കാൾ കൂടുതൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അധികാരം കൊടുക്കാത്തവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ തോൽക്കുകയും തോറ്റുകയോ ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും കർത്തവ്യവും വിസ്മരിച്ച് നമ്മൾ ആരും പ്രവർത്തിക്കാൻ പാടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞ് ചെർക്കള അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയ മാഹിൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS മൊയ്തു ഗോളിയെടുക്ക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM നസീമ, സോയ ലത്തീഫ്, പൃഥ്വിരാജ്, ജഗന്നാഥ ഷെട്ടി, K ലീല, അസ്മിന, ഹബീബ്, CV ജെയിംസ്, സക്കീന അബ്ദുള്ള, ഖാദർ മാന്യ, മഹേഷ് വളകുഞ്ച, അഡ്വക്കേറ്റ് നസീമ, AK ജലീൽ, ഷാഹിദ അഫ്സൽ, നിസ്ലു, സഫീന ഹുസൈൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ AA ജലീൽ, അസിസ്റ്റന്റ് പ്ലാനിംഗ് കോർഡിനേറ്റർ സുഗുണകുമാർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോൺ A ഡിക്രൂസ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജുനൻ സ്വാഗതവും K കിഷോർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെക്കേ മുല്ലച്ചേരി നമ്പോലച്ചൻ തറവാട് പുത്തരിക്കൊടുക്കലും ദേവസ്ഥാനത്ത് നിർമ്മിച്ച മേൽപ്പന്തൽ സമർപ്പണവും നടന്നു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ ദേവസ്ഥാനത്തെ അച്ഛന്മാരും സ്ഥാനികരും ചേർന്ന് മേൽപ്പന്തൽ സമർപ്പണം നിർവഹിച്ചു. വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെക്കേ മുല്ലച്ചേരി നമ്പോലച്ചൻ തറവാട് പുത്തരിക്കൊടുക്കൽ ദേവസ്ഥാനത്ത് നിർമ്മിച്ച മേൽപ്പന്തൽ സമർപ്പണം നടന്നു. വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് അവരെ നമ്മൾ അനുമോദിക്കുന്ന ഒരു ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ദേവസ്ഥാനത്ത് നിർമ്മിച്ച മേൽപ്പന്തലിന്റെ വിവിധ മേഖലകളിൽ പങ്കാളികളായ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. വാസ്തുശില്പി പവിത്രനെയും ക്ഷേത്രം ശില്പി അനിൽകുമാർ മാവുങ്കാലിനെയും മേൽപ്പന്തൽ നിർമ്മാണം നടത്തിയ രാജേഷ് കോവൽപ്പള്ളിയെയും പെയിന്റിംഗ് ആർട്ടിസ്റ്റ് വിനോദ് പുഞ്ചക്കരയെയും ആദരിച്ചു. ചടങ്ങിൽ തറവാട്ടുകാരനവർ കുട്ട്യൻ, മണി ഗാർഡർ വളപ്പിൽ, പ്രകാശൻ കാരാളം, ഉണ്ണി കാഞ്ഞിരപ്പൊയിൽ, നാരായണൻ ഓർക്കോൽ എന്നിവർ സംസാരിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ ദേവസ്ഥാനത്തെ അച്ഛന്മാരും സ്ഥാനികരും ചേർന്നാണ് മേൽമാട സമർപ്പണം നിർവഹിച്ചത്. കാലിച്ചാനടക്കം ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് കാലിച്ചാനടക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.30 കോടി രൂപയും കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1.70 കോടി രൂപയും ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയത്. കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അധ്യക്ഷത വഹിച്ചു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു C, കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൂപേഷ്,
പഞ്ചായത്ത് അംഗങ്ങളായ ലതിക TV, അശ്വിനി, ഫാറൂഖ് TP, ലത, PTA പ്രസിഡന്റ് രമ്യ ഗിരീഷ്, SMC ചെയർമാൻ കുഞ്ഞിക്കണ്ണൻ, മദർ PTA പ്രസിഡന്റ് അമ്പിളി സജീവൻ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ K. സന്തോഷ് കുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാഴക്കോടൻ തറവാട് നവീകരണ കലശാഭിഷേകവും കളിയാട്ട മഹോത്സവവും സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. 4 ദിവസങ്ങളിലായി നടന്നുവന്ന വാഴക്കോടൻ തറവാട് നവീകരണ കലശാഭിഷേകവും കളിയാട്ട മഹോത്സവവും സമാപിച്ചു. നവീകരണ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ ഘോഷയാത്ര നടന്നു. ആചാര്യ വരവേൽപ്പും സമൂഹ പ്രാർത്ഥനയും മേൽമാട് സമർപ്പണവും ഗണപതി ഹോമവും വിവിധ പൂജകളും മഹാപൂജ പ്രസാദ വിതരണവും സ്ഥാനികന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ആദരിക്കൽ ചടങ്ങും നടന്നു. പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അരിത്രാവൽ, തെയ്യം കൂടൽ, വിഷ്ണുമൂർത്തിയുടെയും പടിഞ്ഞാറ്റ് ചാമുണ്ടിയുടെയും കുളിച്ചുതോറ്റവും, കാർന്നോൻ തെയ്യം, പൊട്ടൻ തെയ്യം, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ് ചാമുണ്ടി, ഗുളികൻ തെയ്യം എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി. വിളക്കിലരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുത്ത് ചെരക്കര തറവാട് കളിയാട്ടത്തിന് സമാപനമായി. നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കിഴക്കേ വെള്ളിക്കുത്ത് ശ്രീ ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, കരിഞ്ചാമുണ്ടി അമ്മ, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷണക്കുറ്റം ആരോപിച്ച് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആക്ഷൻ കമ്മിറ്റി. സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആക്ഷൻ കമ്മിറ്റി. കുരങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി 11 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവ് ശിക്ഷ. ഇടയിലക്കാട് വലിയപറമ്പ് സ്വദേശി ബിന്ദുകുമാറിനെതിരെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി ജഡ്ജി സുരേഷ് PM ശിക്ഷ വിധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 4 കിലോയോളം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശിയും ചൌക്കിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ സുനിൽ പ്രസാദാണ് പിടിയിലായത്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ 68ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. കടലിൽ അപകടത്തിൽപ്പെട്ട് കിട്ടിയ ആമകളെ തിരിച്ച് കടലിലേക്ക് അയച്ചു. തൈക്കടപ്പുറം നെയ്തലിന്റെ നേതൃത്വത്തിലാണ് പരിചരിച്ച് സുഖമാക്കിയ ആമകളെ കടലിലേക്ക് തിരിച്ചുവിട്ടത്. കിഴക്കേ വെള്ളിക്കൂത്ത് ശ്രീ ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തെയ്യം വരവ് നടന്നു. കോട്ടച്ചേരി പട്ടരെ കന്നിരാശി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നുമാണ് തെയ്യം വരവ് നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.